ഹലോ, ഇന്നത്തെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. ഞാൻ 100% ഉറപ്പ് തരികയാണ്, നിങ്ങൾക്കിത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കാരണം ഇതിൽ നമ്മൾ വീട്ടിലുള്ള ആകെ 2 ചേരുവ മാത്രമേ ചേർക്കുന്നുള്ളൂ. പോരായിട്ട് വളരെ എഫക്റ്റീവായിട്ട്, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിപ് ബാമാണിത്. നമ്മളിത് സ്ഥിരം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള പിങ്കിഷ് കളർ, ഈ ഒരു കളറുള്ള ലിപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഈ ബാം തയ്യാറാക്കുക എന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബീട്രൂട്ട് ഞാൻ ഇതേപോലെ ചെരുകി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെരുകി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ പീസസ് ആയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം ജ്യൂസാക്കി എടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നീര് മാത്രം നമ്മൾ ഒരു അരിപ്പയിലൂടെ പിഴിഞ്ഞെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നേരം നിങ്ങൾ വെള്ളമൊന്നും ഇട്ട് അടിക്കാൻ പാടില്ല കേട്ടോ. വെറും ബീട്രൂട്ട് മാത്രം നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം, ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാ ഞാൻ ബീട്രൂട്ട് നന്നായി തന്നെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിഴുന്ന സമയത്ത് കുറച്ച് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളിൽ അതിൽ വീണിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബീട്രൂട്ടിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടും. ഒട്ടും തന്നെ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഉണ്ടാവില്ല. ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കണം. ഒട്ടും വെള്ളവും ഉണ്ടാവാൻ പാടില്ല, ബീട്രൂട്ടിൻ്റെ കഷ്ണവും ഉണ്ടാവാൻ പാടില്ല. അപ്പം വെറും ബീട്രൂട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാ ഈ ഒരു നീര് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മളെ ബീട്രൂട്ട് ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം നമ്മൾ ഒഴിച്ചതിൻ്റെ ഒരു ടേബിൾ സ്പൂണിൻ്റെ മേലെ മാത്രമേ ഇപ്പം ബീട്രൂട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതി വരെ നിങ്ങൾ ചെയ്തെടുക്കണം. അതായത് നമ്മളെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രീതിക്ക് ബീട്രൂട്ട് ആകുന്നത് വരെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് സമയം പിടിക്കും, സമയം പിടിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ഞാനിനി ഓഫാക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പാനിൽ നിന്ന് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടിയ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എത്രയാണോ ആ ജ്യൂസിൻ്റെ അതേ അളവിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഗീ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മെൽറ്റ് ചെയ്തെടുത്ത ഗീ നമ്മുടെ ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗീയും ബീട്രൂട്ട് ജ്യൂസും വേറിട്ടിട്ടാണ് നിൽക്കുക. രണ്ടും വേറിട്ടിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ രണ്ടിനെ ഒന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ബീറ്റ് ചെയ്യണം. അപ്പോൾ സ്പൂൺ കൊണ്ട് ബീറ്റ് ആവില്ല. അതുകൊണ്ട് ഒരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് എടുത്തതിന് ശേഷം നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ലോണം മിക്സായി കിട്ടും. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസിന് ഒരു കട്ടിയും വരും കേട്ടോ. ആ ഒരു വെള്ളം പോലെയുള്ള ആ ഒരു പരുവം മാറിയിട്ട് കുറച്ചൊരു കട്ടി വരും ആ ഒരു ജ്യൂസിന്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു 2 മിനിറ്റ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് നല്ലോണം മിക്സായി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഏറ്റവും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവരുത്. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ഈ ലിപ് ബാം തയ്യാറാക്കുക. ഇനി ഇതേപോലെ ഒരു ചെറിയൊരു കണ്ടെയ്നർ എടുക്കുക. നിങ്ങളടുത്ത് ഉപയോഗിച്ചിട്ട് വേസ്റ്റ് കളഞ്ഞ ഇതുപോലത്തെ ക്രീമിൻ്റെ ബോട്ടിലെല്ലാം ഉണ്ടെങ്കിൽ അതേപോലത്തെ എടുക്കുക. അതിനുശേഷം അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായി സെറ്റായി കിട്ടും. ചിലരിത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പുറത്ത് വെച്ചാൽ തന്നെ നന്നായി സെറ്റായി കിട്ടും. അപ്പോൾ ഒരു 5-6 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ സൂക്ഷിക്കാൻ. അപ്പോൾ ഞാനിത് അടച്ച് വെക്കുകയാണ്. നിങ്ങളടുത്ത് ഇങ്ങനത്തെ ചെറിയ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുപ്പിയിലെല്ലാം ഇടുന്നതിനല്ല, നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് ഇങ്ങനത്തെ കണ്ടെയ്നറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടോ, ഇത് 6 മണിക്കൂറിന് ശേഷം ആ ലിക്വിഡ് ഫോമെല്ലാം മാറി നല്ലൊരു സോളിഡ് ആയിട്ടുണ്ട്. സോളിഡ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു മെഴുക് പരുവായി ആയിട്ടാണ് ഇത് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഈ കെമിക്കൽ അടങ്ങിയ ലിപ്സ്റ്റിക് എല്ലാം തേക്കുന്നതിൽ ഏറ്റവും ബെറ്ററാണിത്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം രാത്രി കിടക്കുന്ന നേരം നിങ്ങൾ എപ്പോൾ ഇതൊന്ന് ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു എന്താ പറയുക, മാഞ്ഞു പോകാത്ത ഒരു പിങ്കിഷ് ലിപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി വെക്കണം. നമ്മുടെ കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ അങ്ങനെ മായമായിട്ടുള്ള ഒരു കാര്യമില്ല, നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കളറാണ് നമുക്ക് ഉണ്ടാകുക.
രാത്രി എപ്പോൾ നമ്മളെ ചുണ്ടിൽ തേച്ച് കിടക്കുക എന്നാണെങ്കിൽ ഈ ഒരു കളർ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ചുണ്ടിന് കിട്ടും. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ലിപ്സ്റ്റിക്കിന് പകരം നമുക്ക് പാർട്ടിയിലെല്ലാം പോകുന്നേരം ഇത് തേക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, ലിപ്സ്റ്റിക് ഇട്ട് ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്ന് പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.